സാറിൻ്റെ സ്പീച്ച് എടുക്കേണ്ടി വരും. കോട്ടൂർ എന്ന കമ്പനി സംബന്ധിച്ചോളം ഇതൊരു വളരെ പ്രൗഡ് മൊമെന്റാണ്. ഇൻഫാക്ട് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും KRSMയോട് അസോസിയേറ്റ് ചെയ്യാൻ എപ്പോഴും ഞങ്ങളുടെ ബാക്ക്ബോണായി നിന്നുള്ള പ്രസിഡന്റ് രാഘവ് സർ, സെക്രട്ടറി വിജയ് പൊളിക്കൽ സർ, അതുപോലെ എന്റെ പേഴ്സണൽ ബാക്ക്ബോണായിട്ടുള്ള വിക്രമൻ സർ ആൻഡ് ഓൾ KRSM മെമ്പേഴ്സ്. ഇത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓണറാണ്. ഇന്ന് സംസാരിക്കുമ്പോൾ 2022 കോട്ടൂർ 12 സ്കൂളുകളിൽ കുറച്ച് കുട്ടികൾ ഈ കരാട്ടയും യോഗയും സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നതിനൊപ്പം ഒരു 19 കുട്ടികൾക്ക് വേണമെങ്കിൽ റോബോട്ടിക്സ് പഠിച്ചോളൂ എന്ന രീതിക്ക് പഠിപ്പിച്ചു തുടങ്ങി. 2022, 23, 24, 25 ആയപ്പോഴേക്കും 60ഓളം സ്കൂളുകൾ ഏകദേശം 80,000 കുട്ടികളിൽ റോബോട്ടിക്സും AI-യും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാനിന്ന് ആകെ 1 മിനിറ്റ് സംസാരിക്കുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റോബോട്ടിക്സ് അല്ല. ഞാൻ തുടങ്ങിയത് റോബോട്ടിക്സിനാണെങ്കിലും ഇന്ന് വേൾഡ് മൊത്തം സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വിപ്ലവകരമായ ടെക്നോളജിയാണ്. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അതിനോട് താല്പര്യമുള്ള എഞ്ചിനീയറിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രമാണെങ്കിൽ AI എന്ന് പറയുന്നത് അങ്ങനെയല്ല. AI എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും, മേ ബി അയാളുടെ ഡ്രൈവർ ആയിരിക്കാം, അയാൾ ഓട്ടോറിക്ഷക്കാരനായിരിക്കാം, സെക്യൂരിറ്റി ജീവനക്കാരനായിരിക്കാം, ടീച്ചർ ആയിരിക്കാം, അഡ്വക്കേറ്റ് ആയിരിക്കാം, ലോയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, ഓരോ വിമാനം പറത്തുന്ന ഫ്ലൈറ്റ് പൈലറ്റ് ആയിരിക്കാം. എവ്രി വൺ നമ്മളിന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഗൂഗിൾ പേയും ഉപയോഗിക്കാൻ അറിയുന്ന നിങ്ങൾ ഇന്ന് ടെക്നോളജിക്കൽ നോളജ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾ അറിയുന്നത് AI ഉപയോഗിക്കാൻ അറിയുമോ ഇല്ലയോ എന്നതാണ്. ഇന്ന് എന്റെ ടീം AI എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈവ് ഡെമോ. അതാണ് ഞാൻ റോബോട്ട് കൊണ്ട് പറയുന്നത്. ഇന്ന് റോബോട്ട് അല്ല, ഇന്ന് AI കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ടീം റെഡിയാണ്. ഒരു ലൈവ് ഡെമോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. AI ക്യാമറ ഉണ്ട്, AI വർക്ക് ചെയ്തിട്ടുണ്ടോ, എങ്ങനെ AI വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ MP രാജാവ് സാറ് ഒരു സ്പീച്ച് നടത്തി. നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പറയുന്നു, നമ്മുടെ കോളേജുകളിൽ കുട്ടികൾ പറയുന്നു, കോഴ്സിലാണില്ല, കോളേജിൽ കൂട്ടേണ്ടി രൂപ. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുക്കും, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ. അതായത് മെമ്മറൈസിംഗ് ആൻഡ് റൈറ്റിംഗ് എക്സാം, ഓർമ്മിക പരീക്ഷയ്ക്ക് എഴുതുക എന്നതിനപ്പുറം അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ, മനസ്സിലാക്കുക പ്രാവർത്തികമാക്കുന്ന ലെവലിലേക്ക് ഒരു ഡിഗ്രി നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BSc ഡിഗ്രി പാസ്സാകുന്ന ഒരു കുട്ടി മേ ബി 22 വയസ്സാകുന്ന ആ കോഴ്സ് പാസ്സായി വരുമ്പോൾ എന്ത് തൊഴിൽ ചെയ്യാനുള്ള പ്രാവീണ്യമാണ് ഈ ആർട്സ് ആൻഡ് സയൻസ് ഡിഗ്രി കൊടുക്കുന്നത്. എന്റെ 2 മക്കളും ഫിസിക്സ് ഗ്രാജുവേറ്റ്സ് ആണ്. ഒരാൾ MSc BSc, അടുത്തവർ എന്ത് ചെയ്യണം നമ്മളുടെ നിൽക്കണം. ഞാൻ എന്റെ കമ്പനിക്ക് പോകാൻ പറഞ്ഞു. കാരണം ഇനി അവർക്ക് PSc ജോലിക്ക് വെയിറ്റ് ചെയ്യണം. എന്ത് കിട്ടുന്നുള്ളത് അവർക്ക് പോലും അറിയില്ല, ഗവൺമെന്റിനും അറിയില്ല. സോ പക്ഷെ ഇതേ നമ്മൾ നേരെ ഒരു ഫോറിൻ പോയാൽ പഠിച്ചാൽ ഇവിടുത്തെ ഏജന്റുമാര് അവരുടെ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ട് കോഴ്സ് കമ്മീഷനുള്ള സപ്പോർട്ട് കൊടുക്കുകയാണ്. കോഴ്സ് കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലിക്കുള്ള സാധ്യതയുണ്ട്. അവർക്ക് വരുന്നില്ല, അവിടെ മൈഗ്രേറ്റ് ചെയ്തു സിറ്റിസൺ ആയതുകൊണ്ട്. സോ there has to be a tremendous change in the basic education system. ഞാൻ 2022 പറഞ്ഞു, പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സ്കൂളിലെ IT അധ്യാപകർ പ്ലീസ് ബി കെയർഫുൾ. എനിക്ക് ഓർമ്മയുണ്ടാവും വിജയ് സാറിന്റെ ഫസ്റ്റ് ഇയർ മീറ്റിംഗിൽ 3 വർഷം 4 വർഷം കൊണ്ട് IT അധ്യാപകരുടെ ജോലി പോകും. എങ്ങനെ പോകും? നിങ്ങൾ കോഡിങ്ങും AI-യും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ 10ാം ക്ലാസ്സിലെ വേൾഡ് ഓഫ് റോബോട്ട്സ് വന്നു. IT അധ്യാപകർക്ക് ഇലക്ട്രോണിക്സ് അറിയില്ല. ഈ ഇലക്ട്രോണിക്സ് പഠിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സിലെ കഴിയില്ല. അതേപോലെ തന്നെ AI എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പൽസറി ആക്കി. ആര് പഠിപ്പിക്കും? ഇത് ഇനി വരുന്ന സമയങ്ങളിലെങ്കിലും IT അധ്യാപകർ നിങ്ങളുടെ നോളജ് പ്രിമിറ്റീവാണ്, കാലഹരണപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാറുന്ന ടെക്നോളജിയായ കോഡിങ്ങും AI-യും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജോബ്ലെസ് ആകും. അതല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നിങ്ങൾ പ്രിമിറ്റീവ് ആകും. കാര്യം വേൾഡിൽ ചൈനയിൽ പ്രൈമറി ക്ലാസ്സിൽ 8 മണിക്കൂർ AI പഠിപ്പിക്കുന്നു. 8 മണിക്കൂർ.
സൗദിയിൽ AI കമ്പനിയുടെ ഇന്റർനാഷണൽ ലെവലിൽ AIക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ നമ്മളിവിടെ കുട്ടികളെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും മൗസ് എന്താണ്, കീബോർഡ് എന്താണ്, CPU എന്താണെന്ന് പഠിച്ചു തിയറി എക്സാം പഠിക്കുന്നു. നമ്മുടെ കുട്ടികളെ മത്സരിക്കേണ്ട ഇന്റർനാഷണൽ കുട്ടികളുമായിട്ടാണ്. ഇന്നും ഇതിനോട് മുഖത്തിൽ നിൽക്കുന്ന സ്കൂളുകാരോട് എനിക്ക് നാല് പിടിച്ച് പറയാനുള്ളത്, എന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ ബേസിക്കലി സൈക്കോളജിസ്റ്റാണ്, ടെക്നോളജി ടോപ്പിക്കേ അല്ല. ഞാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യം പിടിക്കാൻ ദയവ് ചെയ്തിട്ട് എന്റെ കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ഡെഫിനറ്റ്ലി നിങ്ങളുടെ റോബോട്ടിക്സ് വിട്ടേക്കൂ, ഞാൻ പഠിപ്പിക്കാൻ പറയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ട്രെയിനിങ് നിങ്ങൾ കുട്ടികൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദുർബല ജീവിതത്തിൽ തള്ളിവിടുകയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി എന്റെ ടീം AIക്ക് വേണ്ടി മാത്രം ഞാൻ യൂസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. ദേ ആർ പ്യൂർലി ഫോക്കസിംഗ് ഓൺ AI, BSc plus AI, BCA plus AI, all ഡിഗ്രി കോഴ്സുകളിൽ പ്രൈവറ്റ് കോളേജുകളിൽ AI കമ്പൈൻ ചെയ്ത് ക്ലാസ്സുകൾ നിങ്ങൾ കോഡ് റോബിലും ഡിസ്കോപ്പും അസോസിയേറ്റ് ചെയ്യാണ്. 8, 9, 10 ക്ലാസ് കുട്ടികൾക്ക് AI എങ്ങനെ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം. നിങ്ങൾ ഓരോ അധ്യാപകർക്കും ഇൻക്ലൂഡിംഗ് പ്രിൻസിപ്പൽസ് നിങ്ങൾക്ക് AI പ്രിൻസിപ്പളായിട്ട് ഉപയോഗിക്കാം. അധ്യാപകർക്കായി ഉപയോഗിക്കുന്ന ലൈവ് ഡെമോ എന്റെ ടീമിൽ കാണുന്നു. പ്ലീസ് listen to it. And once again, I'm thanking you for ARSM making a big company. I'm always delightful and grateful to you. And also I'm requesting all the members of ARSM kindly utilize my service. ഒരു കമ്പനി തലത്തിൽ എത്രയും റേറ്റ് കുറച്ചുകൊണ്ടുള്ള ഏതൊരു സ്കൂളിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പേയ്മെന്റുകളുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ പരിശീലിപ്പിക്കണം. ഞങ്ങൾ വരില്ല, നിങ്ങളുടെ അധ്യാപകരെ പരിശീലിപ്പിച്ചുകൊണ്ട് AIയും റോബോട്ടിക്സും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. സോ എനിക്ക് തന്ന ടൈം വളരെ ലിമിറ്റഡ് ആണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് പ്ലീസ് ഫോക്കസ് ടു ദ ലൈവ് ഡെമോ ഓഫ്